അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആരോഗ്യ സംബന്ധമായ കുറേ സംസാരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ കഴിഞ്ഞു. അവരൊക്കെ പറയുന്നത് നമ്മുടെ യഥാർത്ഥ ബ്രെയിനിന് പുറമേ നമുക്ക് മറ്റൊരു ബ്രെയിനും കൂടെ ഉണ്ടെന്നാണ്. അത് നമ്മുടെ കുടലാണ്, നമ്മുടെ ദഹനവ്യൂഹങ്ങളാണ്. വളരെ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വയറ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതിലൊക്കെ വളരെ ഒരു സൂക്ഷ്മത നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. ഹലാലും തൊയ്യുമായത് ഭക്ഷിക്കണം എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ തൊയ്യബ് എന്ന് പറയുമ്പോൾ തൊയ്യബല്ലാത്തൊന്നും നമുക്ക് ഹലാലല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഹലാലായതെല്ലാം വിശിഷ്ടമായതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ ഇന്ന് നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഹൈ പ്രഷറുള്ള ആളാണെന്ന് വിചാരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടാവാം. മരുന്ന് കഴിക്കൽ ആവശ്യമാണെങ്കിൽ മരുന്ന് കഴിക്കണം. ഒരു പക്ഷേ വളരെ ചെറിയൊരു വേരിയേഷനൊക്കെ ആണെങ്കിൽ കുറച്ച് വ്യായാമത്തിലൂടെ, അതേപോലെ തന്നെ ഭക്ഷണങ്ങളിൽ വരുന്ന ഉപ്പ് പോലുള്ളതിൻ്റെ നിയന്ത്രണങ്ങളിലൂടെ, അതേപോലെ നമ്മുടെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച്, അങ്ങനെ ഓരോന്നിലും കുറച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രഷർ കുറച്ച് ഒരു പക്ഷേ ഒരു നിയന്ത്രിച്ച് പോകാൻ പറ്റും. ഇതേപോലെ നമ്മുടെ ഷുഗറുകളെ നിയന്ത്രിച്ച് പോകാൻ പറ്റും. ഒക്കെ ഭക്ഷണക്രമങ്ങളിലൂടെ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ പല ആളുകളും കിട്ടുന്നതെല്ലാം കഴിച്ച് അതിൻ്റെ നിയന്ത്രണങ്ങൾ ആലോചിക്കാതെ, എന്ത് കഴിക്കുന്നെന്ന് ചിന്തിക്കാതെ എല്ലാം അകത്താക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് സുഹൃത്തുക്കളെ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഭക്ഷണങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിൽ നമ്മൾ ആരോഗ്യപരമായി നമുക്ക് ഗുണകരമായ ഭക്ഷണങ്ങൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഒന്ന് പ്രധാനമായിട്ട് നമ്മുടെ ദഹന കാര്യങ്ങൾ ശരിക്കുന്നതാണെന്ന്, നമ്മുടെ മാലിന്യങ്ങൾ ശരിക്ക് പുറന്തള്ളി പോകുന്ന ഒരവസ്ഥ വേണം. അതിന് പറ്റുന്ന ഉതകുന്ന ഭക്ഷണങ്ങൾ, അതിന് പറ്റാവുന്ന രൂപത്തിലുള്ള ശ്രദ്ധകൾ, സൂക്ഷ്മതകൾ, അതിനുപകരിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ, അതെല്ലാം നമ്മുടെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതേപോലെ തന്നെ ആവശ്യമായി നമ്മൾ വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ നമ്മൾ വൈകി ഭക്ഷണം കഴിക്കുന്നത്, രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ നിയന്ത്രണങ്ങൾ പാലിക്കണം. അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ, ചില ആളുകൾ എല്ലാ ദിവസവും നല്ല എണ്ണയുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ പൊതുവേ ആരോഗ്യപരമായി നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുക. വയറ് ശരിയായില്ലെങ്കിൽ നമ്മുടെ മാനസിക സ്വസ്ഥതയെപ്പോലും അത് ബാധിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചിന്തകളെപ്പോലും അതെന്ത് ചെയ്യും, സ്വാധീനിക്കും പല കാര്യങ്ങൾക്കും. ഇപ്പോൾ ചില ഡോക്ടർമാർ പറയുന്നു മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾക്ക് പോലും നമ്മുടെ ദഹന പ്രക്രിയകളുടെ ശരിയല്ലാത്ത അവസ്ഥയ്ക്ക് കാരണമുണ്ടെന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുള്ളതാണ് ഈ വിഷയങ്ങളെല്ലാം. അപ്പോൾ ധാരാളക്കണക്കിന് രോഗങ്ങൾ, മാനസിക അസ്വാസ്ഥ്യങ്ങൾ, ഈ മാരകമായ രോഗങ്ങളെല്ലാം നമുക്ക് വരുന്നതിന്, നമ്മുടെ കിഡ്നി നഷ്ടപ്പെട്ടു പോകുന്നതിൽ, നമ്മുടെ ലിവർ നഷ്ടപ്പെട്ടു പോകുന്നതിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിലുള്ള ശ്രദ്ധയില്ലായ്മ വളരെ വലിയ കാരണമായി തീരും. നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണെന്ന് നബി സ്വല്ലല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി സൂക്ഷ്മത നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും, ആവശ്യമായ വ്യായാമങ്ങൾ കൈക്കൊള്ളുവാനും, എപ്പോഴും മാനസികമായ സന്തോഷങ്ങൾ നിലനിർത്തുവാനും നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യാം. മരുന്നുകളൊക്കെ അനാവശ്യമായി കഴിക്കാതിരിക്കുക. അനിവാര്യ ഘട്ടങ്ങളിൽ ഡോക്ടർമാരെ കണ്ട് മാത്രം മരുന്ന് കഴിക്കുക. സ്വാഭാവികമായും നമുക്ക് അല്പം താമസിപ്പിക്കാനോ അല്ലെങ്കിൽ അല്പം കാത്തിരിക്കാനോ, ചെറിയ ക്ഷമ കൊണ്ട് മാറാവുന്നതൊക്കെ ആയ അസുഖങ്ങൾക്ക് അതിനുള്ള സാവകാശങ്ങൾ നൽകുക. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവുള്ളവരിൽ നിന്നും അതിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ നേടി ശരിയായ സൂക്ഷ്മത പാലിച്ചാൽ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ശരീരാവയവങ്ങളെ സംരക്ഷിക്കുവാനും ജീവിക്കുന്ന കാലം സ്വസ്ഥവും സമാധാനവും ജീവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.